ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ പ്രകാശേട്ടാ? ഇവിടെ ആരുടെയോ 60-ാം വയസ്സിലെ താലികെട്ട് ചടങ്ങിനെ കുറിച്ച് ദിയമോള് കേട്ടു. അതാ അവൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അല്ല, മനോജളിന് അഭിപ്രായമൊന്നുമില്ലേ? എല്ലാം കേട്ടിട്ട് ഒരക്ഷരം പോലും പറയുന്നില്ലല്ലോ. ഞാൻ എന്തു പറയാനാ? ഭാര്യയുടെ ഗർഭാലസി പോയതിനെ ഇഷ്ട വഴിപാടിന് 6000 രൂപ. ഇവന് കെറുക്ക് തന്നെ. പണം തട്ടിപ്പൊത്തി വെച്ചിരുന്ന പോരാ, അത് ചെലവാക്കിയും വേണം. അതാണത്തോ സ്നേഹമുള്ള ഭർത്താവിന്റെ ലക്ഷണം. നീ പൊടി അവിടുന്ന്. അനുജ, ഗർഭം കലിഞ്ഞ വകയില് ഭർത്താവ് പൂജയ്ക്ക് മുടക്കുന്നത് 6000 രൂപ. എന്റെ ഗർഭം തൊലഞ്ഞപ്പോ 100 പൈസ എങ്കിലും നീ ചെലവാക്കിയോ? ഭർത്താവാണത്രേ ഭർത്താവ്. പാട്ടേട്ട പാമ്പ് വരെ വന്ദനമേ വരും. പാട്ട് കേൾക്കാതെ നാക്കിട്ടടിക്കുന്ന കുട്ടികളുടെ നേർക്ക് പത്തി വിടർത്തുകയും ചെയ്യും. അതൊന്നുമില്ല. പാമ്പ് വരണമെങ്കിൽ പാമ്പാട്ടി വന്ന് മകുടി ഊതണം. അറിഞ്ഞില്ലേ, ഇന്ന് കാവോട്ട് മേലതിൽ കാരണവരുടെ ഷഷ്ടിപൂർത്തിയാണ്. അറുപതാം കല്യാണം, പണത്തിന്റെ ഒരു ഹുങ്കേ. എന്താ സുചിത്ര ആന്റി 60-ാം കല്യാണം എന്ന് പറഞ്ഞ? ഒരു മുത്തശ്ശിബ പറയുന്നത് കേട്ടതാ. ചില വീടുകളില് അച്ഛനമ്മമാർക്ക് 60 വയസ്സ് കഴിയുമ്പോ മക്കളൊക്കെ ചേർന്ന് നടത്തുന്ന കല്യാണമാ 60-ാം കല്യാണം. ചില വീടുകളില് പ്രായപരിധിയൊന്നും ആരും നോക്കാറില്ല. 70-ലും 80-ലും ഒക്കെ മക്കള് 2-ാം കല്യാണം നടത്തുന്നുണ്ട്. നല്ല കാര്യം. വയസ്സായ അച്ഛനമ്മമാരെ പെരുവഴിയിൽ തള്ളുന്ന കാലമല്ലേ ഇത്. ചില വീടുകളിലെങ്കിലും 2-ാം കല്യാണമൊക്കെ നടത്തി അവരെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. ആശ്വാസം.
വഴിപാടിനുള്ള ക്യാഷ് അടിച്ച് രസീത് വാങ്ങിയിട്ടുണ്ട്. വൈകിട്ടൊന്ന് പ്രസാദം വാങ്ങണം. പക്ഷേ വർഷയോടുള്ള വിക്രമിന്റെ സ്നേഹവും ആത്മാർത്ഥതയും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കുഞ്ഞ് നഷ്ടപ്പെട്ട ദുഃഖം വിക്രമിനുമുണ്ട്. എന്നാലും പഴയ വർഷം തിരിച്ചു കിട്ടാനാ വിക്രം ഈ പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് പറ, മോൾക്ക് എന്താ പറയാനുള്ളത്? അച്ഛന്റെ അച്ഛമ്മേനെയും കല്യാണം നടത്തണം. മോൾ എന്തൊക്കെയായി പറയുന്നത്? മോൾക്കെന്താ സ്ഥലകാലബോധം പോയോ? അത് കൊള്ളാലോ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ദേവൾക്ക് അങ്ങനെ ഒരു തോന്നല് വന്നെങ്കിൽ അത് നാഗദൈവങ്ങൾ തോന്നിപ്പിച്ചതായിരിക്കും. ഞാനും അതിനോട് യോജിക്കുന്നു. ദേവി അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും തോന്നിപ്പിക്കില്ല. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മേ, ഈ 60-ാം വയസ്സിൽ താലി കെട്ടുന്നൊരു ഏർപ്പാടുണ്ട്. അത് ചെയ്യുന്നത് നല്ലതല്ലേ? പിന്നെ താലികെട്ട്, അച്ഛനും അമ്മയും നല്ല പ്രായത്ത് താലികെട്ടിയതിന്റെ പ്രശ്നങ്ങള് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാ പിന്നെ ഒരു താലികെട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ പ്രകാശേട്ടാ? ഇവിടെ ആരുടെയോ 60-ാം വയസ്സിലെ താലികെട്ട് ചടങ്ങിനെ കുറിച്ച് ദിയമോള് കേട്ടു. അത് അവൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അല്ല, മനോജളിന് അഭിപ്രായമൊന്നുമില്ലേ? എല്ലാം കേട്ടിട്ട് ഒരക്ഷരം പോലും പറയുന്നില്ലല്ലോ. ഞാൻ എന്തു പറയാനാ? വർഷയെ എല്ലാരും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതേ ഹരിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളാകെ ഹാലിളക്കത്തില. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നാലേ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. വർഷമോൾ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോ 2-ാം താലികെട്ടെന്ന ഏർപ്പാട് ഒഴിവാക്കണം. അത് വിട്ടേക്ക്. അച്ഛാ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിനെ ചൊല്ലി ആരും തല പൊണ്ണാക്കിയിട്ട് കാര്യമില്ല. മാനത്തെ കൊട്ടാ